കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡിൽ ഓക്സാലിക് ആസിഡ് ഫോമിക് ആസിഡിനെ അപേക്ഷിച്ച് ഓക്സാലിക് ആസിഡ് ഹൈലി സ്ട്രോങ് ആണ്, ഹൈലി അസിഡിക് ആണ്. ദിസ് ഈസ് ബിക്കോസ് ഈ രണ്ടാമതൊരു COOH കൂടെ വരുമ്പോഴത്തേനും അത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഇലക്ട്രോൺ റിലീസിങ് അല്ല, ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. COOH എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുമ്പോൾ ആസിഡിറ്റി കൂടും. ഇനി സക്സീനിക് ആസിഡ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് മെലോണിക് ആസിഡാണ്. ഈ മെലോണിക് ആസിഡ് വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ CH2 ഗ്രൂപ്പ് വരികയാണ്. CH2 ഗ്രൂപ്പിന് ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് ആണുള്ളത്. അതുകൊണ്ടാണ് അതിനൊരു അസിഡിറ്റി കുറച്ചുകൂടെ കുറഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഹാസ് ഹയർ അസിഡിറ്റി ദാൻ ഫോമിക് ആസിഡ്. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഡൈകാർബോക്സിലിക് ആസിഡ് ഡിക്രീസ് വിത്ത് ചെയിൻ ലെങ്ത്. അതെന്തുകൊണ്ടാണ്? ചെയിൻ ലെങ്ത് കൂടുമ്പോൾ CH2 ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് കൂടും. ആൽക്കൈൽ ഗ്രൂപ്പിന് ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് അസിഡിറ്റി കുറയുന്നത്. അപ്പോൾ ഓക്സാലിക് ആസിഡിന് ഏറ്റവും കൂടുതൽ അസിഡിറ്റി, ഫോളോഡ് ബൈ മെലോനിക് ആസിഡ്, പിന്നെ സക്സീനിക് ആസിഡ്, അത് കഴിഞ്ഞ് 3 ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ ഗ്ലൂട്ടാറിക് ആസിഡ്, 4 ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ അഡിപ്പിക് ആസിഡ്. അപ്പം അങ്ങനെയാണ് അസിഡിറ്റി മാറുന്നത്. ഇനി നമുക്ക് മലീക്കും ഫ്യൂമാറിക് ആസിഡും തമ്മിലുള്ള അസിഡിറ്റി വ്യത്യാസം എന്താണ്? മലീക് ആസിഡും ഫ്യൂമാറിക് ആസിഡും ഐസോമേഴ്സ് ആണ്. സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻസ് ഇൻ കോൺഫിഗറേഷൻ. മെലിക് ആസിഡ് സിസ് കോൺഫിഗറേഷനും ഫ്യൂമാറിക് ആസിഡ് ട്രാൻസ് കോൺഫിഗറേഷനുമാണ്. ഈ സിസ് കോൺഫിഗറേഷനിലുള്ള മെലിക് ആസിഡ് ഒരു H+നെ റിമൂവ് ചെയ്യുമ്പോൾ, H+നെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ മെലിയേറ്റ് അയോൺ ഉണ്ടാകും. ആ മെലിയേറ്റ് അയോണിന് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉണ്ട്. ഇതുകൊണ്ട് മെലിയേറ്റ് അയോൺ കൂടുതൽ സ്റ്റേബിൾ ആണ്. ഒരു H+ പോയി കഴിഞ്ഞുണ്ടാകുന്ന സ്ട്രക്ചറാണ് കാർബോക്സിലിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ. പക്ഷെ ഫ്യൂമാറിക് ആസിഡിൽ അങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഫ്യൂമാറിക് ആസിഡ് ഈസ് ലെസ് അസിഡിക് ദാൻ മെലിക് ആസിഡ്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലോട്ട് പോകാം. അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ്. ഈ അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രത്യേകത, ആക്ച്വലി ഇത് നമ്മുടെ ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ് കാണിക്കുന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ കാർബോക്സിലേറ്റ് അയോൺ സ്റ്റെബിലൈസ്ഡ് ആകും, ഇൻ ആസിഡിറ്റി കൂടും. ഇനി ഇലക്ട്രോൺ റിലീസിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ കാർബോക്സിലേറ്റ് അയോൺ ഡീസ്റ്റെബിലൈസ്ഡ് ആകും, ആസിഡിറ്റി ഡിക്രീസ് ചെയ്യും. പക്ഷേ ഈ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഓർത്തോ അല്ലെങ്കിൽ മെറ്റാ പൊസിഷനിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കാർബോക്സിലേറ്റ് CO-, ഇതാണ് കാർബോക്സിലേറ്റ് അയോൺ. അപ്പം അതിൻ്റെ മെറ്റാ പൊസിഷനിൽ ആണ് ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പിലേക്ക് OH അല്ലെങ്കിൽ OCH3 എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പം Hന് നമുക്ക് H അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് R എന്ന് കാണിക്കും. അപ്പം ഇങ്ങനെയുള്ള റിലീസിങ് ഗ്രൂപ്പ്സ് വന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു ഡീലോക്കലൈസേഷൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് വരുമ്പോൾ ഇതിങ്ങോട്ട് ഈ ഓക്സിജനിലുള്ള ലോൺ പെയർ ഇങ്ങോട്ട് വരുന്നു. ബോണ്ട് ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബോണ്ട് ഡീലോക്കലൈസ് ചെയ്യുമ്പോൾ അത് ഇവിടെ തന്നെ ഡീലോക്കലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മെറ്റാ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഡീലോക്കലൈസേഷൻ കാർബോക്സിലേറ്റ് അയോണിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മെറ്റാ പൊസിഷനിൽ വരുമ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. വാട്ട് അബൌട്ട് പാരാ പൊസിഷൻ? പാരാ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. CO-, OR. അപ്പോൾ ഇത് ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഡീലോക്കലൈസേഷൻ പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഡീലോക്കലൈസേഷൻ പോസിബിലിറ്റി ഈ ഒരു സിംഗിൾ ബോണ്ട് വഴി തടഞ്ഞിരിക്കുകയാണ്. ഈ ഡബിൾ ബോണ്ടേ ഡീലോക്കലൈസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു തട ഇല്ല.
ദിസ് വിൽ ഷിഫ്റ്റ് ടു ഹിയർ ആൻഡ് ദിസ് വിൽ ഷിഫ്റ്റ് ടു ഹിയർ. അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് പാരാ പൊസിഷനിൽ വരും. മെറ്റാ പൊസിഷനിൽ ആ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് വരുന്നില്ല. അതേപോലെ തന്നെ ഓർത്തോ പൊസിഷനിൽ വരുമ്പോഴും നമ്മളിത് വരച്ച് നോക്കിയാൽ മനസ്സിലാവും, ഓർത്തോ പൊസിഷനിൽ വരുമ്പോഴും ഈ ഇഫക്റ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ഓർത്തോ അല്ലെങ്കിൽ മെറ്റാ പൊസിഷനിൽ വരുമ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിനേക്കാളും ഇൻഡക്റ്റീവ് ഇഫക്റ്റാണ് കൂടുതൽ ഇതായിട്ട് വരുന്നത്, കൂടുതൽ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസിഡിറ്റി ഈ കേസിൽ സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, ഈ കേസിൽ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ഏത് പൊസിഷനിൽ വരുന്നു എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഡിറ്റർമിൻ ദ അസിഡിറ്റി ഓഫ് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ്. ഇനി നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓർത്തോ ഇഫക്റ്റ്. എന്താണ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്സ്? സ്ട്രോങ് ആസിഡ്സ്. മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടഡും സ്ട്രോങ് ആണ്, പക്ഷെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്സ് യൂഷ്വലി സ്ട്രോങ് ആണ്. ഇതെന്താ കാര്യം? അത് ഇലക്ട്രോൺ റിലീസിങ് ആയാലും ഇലക്ട്രോൺ വിഡ്രോയിങ് ആയാലും ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്സ് സ്ട്രോങ് ആസിഡ്സ്. ദിസ് ഇസ് കോൾഡ് ഓർത്തോ ഇഫക്റ്റ്. അപ്പം ഈ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഹാസ് കമ്പൈൻഡ് ഇഫക്റ്റ്. എന്താണ്? എന്തിൻ്റെയൊക്കെ കമ്പൈൻഡ് ഇഫക്റ്റ് ആണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, സ്റ്റെറിക് ഇഫക്റ്റ് ആൻഡ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് സ്റ്റെബിലൈസിങ് ദ കാർബോക്സിലേറ്റ് ആനയോൺ. അപ്പം നമ്മുടെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ കാർബോക്സിലേറ്റ് അയോൺ. ഇതിനകത്ത് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നു. ഈ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നപ്പോൾ ഇവിടെ ഒരു സ്റ്റെറിക് ഇഫക്റ്റ് ഉണ്ട്. ആൽക്കൈൽ എന്ത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നാലും അതിന് തൊട്ടടുത്താണ് എന്തുള്ളത്? നമ്മുടെ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെറിക് ഇഫക്റ്റ് ഉണ്ട്. സ്റ്റെറിക് ഇഫക്റ്റ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. എന്താണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്? ഈ ഇവിടെ വരുന്ന നമ്മൾ നേരത്തെ പൊസിഷനിൽ കണ്ടില്ലേ, ഈ നെഗറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അല്ല, നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന സബ്സ്റ്റിറ്റ്യൂവന്റിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് നമ്മുടെ കാർബോക്സിലേറ്റ് അയോണിലോട്ട് എത്തുന്നില്ല. കാർബോക്സിലേറ്റ് അയോൺ എസ്കേപ്സ് ഫ്രം ദാറ്റ്. അപ്പം അതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ